നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ രണ്ട് ചിത്രം കാണിക്കാം. രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെ രണ്ട് ചിത്രങ്ങൾ. ആദ്യം നിങ്ങൾ ആ ചിത്രങ്ങളൊന്ന് കാണുക. ഈ ചിത്രത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം കണ്ട ചിത്രം എം സ്വരാജിൻ്റെതും രണ്ടാമത് കണ്ട ചിത്രം പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പ്രതിനിധിയാണ്. ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനുമാണ് ഈ പറയുന്ന പ്രതീഷ് വിശ്വനാഥൻ. എന്തുകൊണ്ടാണ് ഈ ചിത്രം കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ ചിത്രങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരു ദിവസം ആയെന്ന് പറയാം. ഈ ചിത്രങ്ങൾ രണ്ടും കൂടി സംയോജിപ്പിച്ചതിന് ശേഷം ഇവിടെ കേരളത്തിൽ ഒരു വലിയ ഒരു പ്രീണന നയം അല്ലെങ്കിൽ ഒരു വർഗീയ പ്രീണന നയം ഇവിടെ ഇങ്ങനെ വരികയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എം സ്വരാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ശക്തനായ വക്താവാണ്. പലപ്പോഴും എല്ലാവർക്കും, അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജ് എന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലെല്ലാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായെല്ലാം പത്രസമ്മേളനങ്ങളിലൂടെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി UDFന് മേൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ വളരെ വലുതായിരുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ UDFൻ്റെ കാലത്തെ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇതിലും മനോഹരമായി പറയാൻ കഴിയില്ല എന്ന് തോന്നും വിധത്തിലായിരുന്നു UDF ഭരണകാലത്തെ ഒരു വാഗ്മയ ചിത്രങ്ങളായി ശരിക്കും എം സ്വരാജ് അവതരിപ്പിച്ചത്. ഇതിൽ നിന്ന് തന്നെ UDFൻ്റെ അധികാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം തന്നെ ആയിരുന്നു എന്ന ബോധ്യം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഡീൽ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഉയർന്നു കേൾക്കുന്നത്. അതായത് BJPയും CPMും തമ്മിൽ ഈ മണ്ഡലങ്ങളിൽ, പല മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകളും ഡീലുകളും പ്രവർത്തിച്ചു വരുന്നു. അത് ഏറെക്കാലമായി തുടർന്നു വരുന്ന ഒന്നാണ്. 70കൾ മുതൽ തന്നെ ഈ ഒരു ഡീൽ പ്രവർത്തിച്ചു വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ UDFകാർ ഈ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടും. ഇതിനെതിരെയും ഈ എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ചരിത്രപരമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകളടക്കം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ UDF ഉയർത്തിക്കൊണ്ടുവന്ന ഈ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പത്രസമ്മേളനവും നടത്തി. ഈ പത്രസമ്മേളനങ്ങളുടെ ആകെ തുകയായി നമ്മൾ ചിന്തിക്കുമ്പോൾ എം സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ മാത്രം മതി CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന UDF പടയെ ഒതുക്കി നിർത്താൻ, നിലയ്ക്ക് നിർത്താൻ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ തുടങ്ങി വന്ന എം സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് സത്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി. അതുകൊണ്ട് തന്നെ UDFൻ്റെയും സംഘപരിവാറിൻ്റെയും അതോടൊപ്പം വർഗീയവാദികളുടെയും എല്ലാം ഒരു മുഖ്യ ശത്രു എന്ന നിലയിലേക്ക് എം സ്വരാജ് മാറുകയും ചെയ്തു. പിന്നീട് എങ്ങനെ എം സ്വരാജിനെ തളയ്ക്കണം എന്നുള്ളതായി ബാക്കിയുള്ളവരുടെ ചിന്ത. നേരായ വഴിക്ക് എം സ്വരാജിനെ എന്തായാലും പൂട്ടിക്കെട്ടുക അസാധ്യമായ കാര്യമാണ്. നേരിട്ട് ഒരു തർക്കത്തിനോ ഒരു ചർച്ചയ്ക്കോ ഇരിക്കാൻ പോലും എം സ്വരാജിനോട് ഭയക്കുന്നവരാണ് ബാക്കിയുള്ള ഈ UDF വർഗീയ സംഘപരിവാർ ശക്തികളെല്ലാവരും തന്നെ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളതാണ് അടുത്ത ഒരു തന്ത്രമായി അവർ ഉപയോഗിച്ചത്. അപ്പം ഏതുതരം വ്യാജ പ്രചരണമായിരിക്കണം? കാരണം ഇവിടെ ന്യൂനപക്ഷ പ്രീണനം, കഴിഞ്ഞ ദിവസവും VD സതീശൻ സംസാരിച്ചത് അങ്ങനെയായിരുന്നു. കാരണം സയൻസ് ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് ഈ ഭൂമി എന്നുള്ളത് പ്രവാചകനായ മുഹമ്മദ് നബി ഇതിനു മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന പലരും ശാസ്ത്രീയമായി അത് തെളിയിച്ചെടുത്തത് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രസംഗിക്കുന്നതായി നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് VD സതീശൻ ഇത്ര വലിയൊരു ഒരു യുക്തിരാഹിത്യം വിളമ്പിയത്? എന്തിനായിരുന്നു? കാരണം ഈ ഖുറാന്റെ പല പരിസരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ അത്തരത്തിലുള്ള വാചകങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഗോളം എന്ന് പറയുന്നൊരു വാക്ക് പോലും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതായി നമ്മൾ കാണുന്നില്ല. പിന്നെ എന്തിനായിരിക്കാം VD സതീശനെ പോലെ ഒരു നേതാവ് ഈ രീതിയിൽ പ്രതികരിച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോഴും തുടരുന്ന UDFൻ്റെ ന്യൂനപക്ഷ പ്രീണനത്തിന് കുറച്ചുകൂടി ശക്തി പകരുക എന്നുള്ളത് മാത്രമായിരുന്നു സതീശൻ്റെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമെന്നോണം ഈ പറയുന്ന UDFനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഒരു വർഗീയവാദികൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ന്യൂനപക്ഷത്തെ വർഗീയവാദികൾ ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ഈ UDFലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന LDFലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ അതിൽ നിന്നും വലിച്ച് അടർത്തി മാറ്റുക എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ സിദ്ധാന്തം കൂടി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
അതിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ ഈ എം സ്വരാജിനെ ഒരു സംഘപരിവാർ ചാപ്പയടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അവരിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഇതെന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം എന്താണ് പറയുന്നത്, ഇതിന് ബോൽബലകമായി അല്ലെങ്കിൽ ഇതിന് ശക്തി പകരുന്ന രീതിയിൽ ദേശാഭിമാനിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം സ്വരാജിൻ്റെയും അതോടൊപ്പം തന്നെ പ്രതീഷ് വിശ്വനാഥിൻ്റെയും ചിത്രങ്ങൾ അടങ്ങി അവർ രണ്ടുപേരും ഒരുമിച്ച് തോളൽ കൈയിട്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദേശാഭിമാനിയുടെ കാർഡ്, ഒരു വാർത്താ കാർഡ് പോലെ ഇറക്കിക്കൊണ്ടാണ് അത് ചെയ്തത്. ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയും, അതിറക്കിക്കൊണ്ടാണ് അവർ ചെയ്തത്. എന്നാൽ ഇതിനകത്ത് വാസ്തവമുണ്ടോ ഇല്ല തന്നെ. കാരണം ഇത് അതായത് എം സ്വരാജിൻ്റെതായി പത്രവാർത്തയിൽ വന്ന ഒരു ചിത്രമാണ്. എം സ്വരാജിൻ്റെതായ ഒരു ചിത്രം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എം സ്വരാജിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് കിട്ടും. പ്രതീഷ് വിശ്വനാഥിൻ്റെ ഒരു ചിത്രവും നമുക്ക് ഈ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഇത് രണ്ടും ഒരു സമയത്തുള്ളതല്ല, പല സമയങ്ങളിൽ ഗൂഗിളിൽ കിടക്കുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റീമേക്ക് ചെയ്ത് എടുത്ത് രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു രണ്ടുപേരും തമ്മിൽ എന്തോ അടുപ്പമുണ്ട്. എം സ്വരാജ് ഈ പറയുന്ന പ്രതീഷ് വിശ്വനാഥിൻ്റെ തോളിൽ കൈയിട്ട് ഇരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമാക്കി മാറ്റി പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു പുതിയ ഒരു രാഷ്ട്രീയ വർഗീയ തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സംഘപരിവാർ ശക്തികൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എം സ്വരാജ്. എന്തിനാണ് എം സ്വരാജിനെ ഈ രീതിയിൽ തകർക്കാൻ ശ്രമിക്കുന്നത്? എം സ്വരാജ് വർഗീയവാദിയാണോ? അല്ല. ഇവിടുത്തെ എല്ലാ സംഘപരിവാർ ശക്തികളോടും കാസയോടും അതോടൊപ്പം തന്നെ ഈ ഇസ്ലാം വർഗീയ ശക്തികളോടുമെല്ലാം കൃത്യമായി ഏറ്റുമുട്ടുന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ തന്നെയാണ് ഈ പറയുന്ന എം സ്വരാജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിൽ പോലും ഈ വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്നതിന് എം സ്വരാജ് എന്നല്ല ഇടതുപക്ഷ പാർട്ടികൾ ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം. 10 വോട്ടിന് വേണ്ടി ഒരു വർഗീയ ശക്തിയുടെയും തിണ്ണനിരങ്ങാൻ വേണ്ടി ഇടത് പാർട്ടികൾ പോയിട്ടേയില്ല എന്നുള്ള കാര്യവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും ഈ ന്യൂനപക്ഷങ്ങളെ, അടുത്തുകൊണ്ടിരിക്കുന്ന ചില ന്യൂനപക്ഷങ്ങളെ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. എന്തു തന്നെയാണെങ്കിലും എം സ്വരാജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ നടത്താൻ പോവുകയാണ്. ഇങ്ങനെ ഒരു വ്യാജ ചിത്രം AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതിനെതിരായും ഈ രീതിയിൽ ഒരു വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പല മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾ, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കുറേയധികം പ്രൊഫൈലുകൾ, ഈ പ്രൊഫൈലുകളെല്ലാം തന്നെ മുഖമില്ലാത്ത പ്രൊഫൈലുകളാണ്. ഈ പ്രൊഫൈലുകളിലൂടെ വ്യാപകമായി ഇത് പ്രചരിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ UDFൻ്റെ പിന്തുണയോടുകൂടി, UDFൻ്റെ തന്നെ സപ്പോർട്ടോടുകൂടി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ടീമുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുകയും ദേശാഭിമാനിയുടെ ലോഗോയും ആ ഔട്ട്ലേക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വ്യാജ പ്രചരണമായിരുന്നു എന്നുള്ളതാണ് അതിലെ വാസ്തവം. ഈ രണ്ട് ചിത്രങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങൾ കൂടി കാട്ടിത്തന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.